Welcome back to our history classes. This is Hybrid Campus. I'm your history faculty Shahna Sharin. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കാണ് ഭക്തി മൂവ്മെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് CE 6-ാം നൂറ്റാണ്ടിനും CE 9-ാം നൂറ്റാണ്ടിനും ഇടയിലായിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ അഥവാ ദക്ഷിണേന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ആണ് ഭക്തി മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്നത്. CE 6-ാം നൂറ്റാണ്ടിനും CE 9-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് സൗത്ത് ഇന്ത്യയിൽ എമർജ് ചെയ്ത് വന്നിട്ടുള്ള സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റിനെയാണ് നമ്മൾ ഭക്തി മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭക്തി മൂവ്മെന്റ് ഒരു റിലീജിയസ് ആൻഡ് സോഷ്യൽ റീഫോം മൂവ്മെന്റ് ആയിക്കൊണ്ടാണ് വളർന്നു വന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭക്തി മൂവ്മെന്റ് ആ ഒരു കാലഘട്ടത്തിലെ, അതായത് CE 6-ാം നൂറ്റാണ്ടിലെയും CE 9-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലെ സൊസൈറ്റി ആയിക്കോട്ടെ, കൾച്ചറൽ ആസ്പെക്റ്റുകളെ ആയിക്കോട്ടെ, റിലീജിയസ് ആസ്പെക്റ്റുകളെ ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെയധികം സ്വാധീനിക്കുവാൻ ഈ ഭക്തി മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഡിവോഷൻ ആണല്ലേ ഭക്തി എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ദൈവത്തോടുള്ള ആ ഒരു ഡിവോഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആരാധനയാണ് നമ്മളിവിടെ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭക്തി മൂവ്മെന്റ് എന്താണ്? എ പേഴ്സണൽ ഡിവോഷൻ ടു എ പേഴ്സണൽ ഗോഡ്. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഡിവോഷൻ ആരോടാണ്? എൻ്റെ പേഴ്സണൽ ഗോഡിനോടുള്ള എൻ്റെ പേഴ്സണൽ ഡിവോഷനെയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്? ഭക്തി, അതല്ലെങ്കിൽ ഭക്തി മൂവ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭക്തി മൂവ്മെന്റ് നിലവിലുള്ള റിജിഡ് കാസ്റ്റ് സിസ്റ്റത്തെയും അതുപോലെ തന്നെ ബ്രാഹ്മിൺ ഹൈറാർക്കിയെയും കൂടാതെ റിച്വലിസ്റ്റിക് പ്രാക്ടീസുകളെയും കാസ്റ്റ് സിസ്റ്റത്തെയും എല്ലാം തന്നെ ഈ ഭക്തി മൂവ്മെന്റ് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഭക്തി മൂവ്മെന്റിനെ ആസ് എ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിടുത്തം കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഭക്തി മൂവ്മെന്റും സ്റ്റേറ്റിലുണ്ടായിരുന്ന ഭക്തി മൂവ്മെന്റിന്റെ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ റൂളിംഗ് ഡൈനാസ്റ്റീസ് ആയിട്ടുള്ള പല്ലവന്മാരായിക്കോട്ടെ, ചോളന്മാരായിക്കോട്ടെ, പാണ്ഡ്യന്മാരായിക്കോട്ടെ, രാഷ്ട്രകൂടന്മാരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഭക്തി മൂവ്മെന്റിനെ പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡൈനാസ്റ്റീസുകളായിരുന്നു. അതായത് നമ്മൾ ഈ പറയപ്പെട്ട 4 ഡൈനാസ്റ്റീസുകളും ആ ഒരു കാലഘട്ടത്തിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കിങ്ഡംസ് അല്ലെങ്കിൽ 4 ഡൈനാസ്റ്റീസുകളായിരുന്നു കേട്ടോ. പാണ്ഡ്യന്മാരായിക്കോട്ടെ, ചോളന്മാരായിക്കോട്ടെ, പല്ലവന്മാരായിക്കോട്ടെ, രാഷ്ട്രകൂടന്മാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഈ ഒരു 6-ാം നൂറ്റാണ്ടിലെ AD 6-ാം നൂറ്റാണ്ടിലെയൊക്കെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ റൂളിംഗ് ഡൈനാസ്റ്റീസും ഇവിടെ ഭക്തി മൂവ്മെന്റിനെ വളരെയധികം പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന റൂളിംഗ് ഫാമിലീസ് അല്ലെങ്കിൽ റൂളിംഗ് ഡൈനാസ്റ്റീസ് കൂടി ആയിരുന്നു. കൂടാതെ ഇവിടെ രാജാക്കന്മാര് ഫിനാൻഷ്യലി അതുപോലെ തന്നെ പൊളിറ്റിക്കലി ധാരാളം കാര്യങ്ങൾ ഈ ഭക്തി മൂവ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടും സെയിന്റുകൾക്ക്, സന്യാസിമാർക്ക് വേണ്ടിയിട്ടും, കൂടാതെ അവിടെ ഉണ്ടായിരുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വേണ്ടിയിട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ സാമ്പത്തിക സഹായങ്ങളാകാം, അതിപ്പോൾ ദേവദാന പോലെയുള്ള പല കാര്യങ്ങളാകാം. അതല്ല, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ അധികാരങ്ങളും ആർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന ഭക്തി മൂവ്മെന്റിന് കീഴിലുണ്ടായിരുന്ന സെയിന്റുകൾക്കും ടെമ്പിൾസുകൾക്കും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ തങ്ങളുടെ ഭരണം ഒരു ഡിവൈൻ ലെജിറ്റിമസി സ്ഥാപിച്ചെടുക്കുവാനാണ് ആര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? ഈ പറയപ്പെടുന്ന ഡൈനാസ്റ്റീസിലെ രാജാക്കന്മാരൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് തങ്ങൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നു, അതുകൊണ്ട് എന്താണ്, തങ്ങളുടെ ഭരണം ദൈവികമാണെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ ആർക്ക് സാധിച്ചു? ഈ കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ ഭക്തി മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ഇൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റോൾ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ടെമ്പിൾസിന്റെ അന്യായമായിട്ടുള്ള
ടെമ്പിൾസിന്റെ വലിയ രീതിയിലുള്ള ആ ഒരു സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ടെമ്പിൾസ് എന്തായിട്ട് മാറുന്നുണ്ട്? സ്പിരിച്വൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിന്റെ ഒരുപോലെയുള്ള കാതലായിട്ട് സെന്ററായിട്ട് ഇവിടെ ടെമ്പിൾസുകൾ മാറുന്നുണ്ട്. ഓക്കെ, അതായത് റിലീജിയന്റെയും ഗവേണൻസിന്റെയും, അതായത് മതത്തിന്റെയും ഭരണത്തിന്റെയും ഇടയിലുള്ള ഒരു ലിങ്കേജ് ആയിട്ടാണ് ഈ ഒരു കാലഘട്ടം മുതൽ ടെമ്പിൾസുകൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭരണകാര്യങ്ങളിലാകട്ടെ അതല്ല റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, രണ്ട് രീതിയിലും ആര് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു? ആ കാലഘട്ടം മുതൽ, അതായത് CE 6-ാം നൂറ്റാണ്ട് മുതൽ ടെമ്പിൾസുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി എന്ന് പറയുന്നത്? ഭക്തി മൂവ്മെന്റ് സൊസൈറ്റിക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഭക്തി മൂവ്മെന്റ് നിലവിൽ ഉണ്ടായിരുന്ന സമൂഹത്തിന്റെ ഒരു റിജിഡ് സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രാഹ്മിൻസ് മേധാവിത്വം വഹിച്ചിരുന്ന, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ബ്രാഹ്മിൺ മേധാവിത്വം ഉണ്ടായിരുന്ന, കാസ്റ്റ് സിസ്റ്റം കൊടികുത്തി വാണിരുന്ന ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ ഭക്തി മൂവ്മെന്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കൂടാതെ എല്ലാ ആളുകളെയും, അതായത് ജാതി ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഈ സാക്രിഫൈസസുകളിൽ പ്രവേശനം ആര് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഭക്തി മൂവ്മെന്റിലെ സെയിന്റുകള്, സന്യാസിമാര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഭക്തി മൂവ്മെന്റിനെ ആസ് എ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രോത്ത് ഓഫ് ശൈവ ആൻഡ് വൈഷ്ണവ ട്രഡീഷൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഭക്തി മൂവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു, ഒരു പേഴ്സണൽ ഡിവോഷൻ ടു എ പേഴ്സണൽ ഗോഡ് എന്നുള്ളതാണ്, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭക്തി മൂവ്മെന്റിനെ നമുക്ക്, അല്ലെങ്കിൽ അതിലുള്ള ടീമുകളെ നമുക്ക്, ഗ്രൂപ്പുകളെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് വൈഷ്ണവിസവും മറ്റൊന്ന് ശൈവിസവും ആണ്. ഇവിടെ ശൈവിസം എന്ന് പറയുന്നത് എന്താണ്? ഈ ശൈവിസം ലീഡ് ചെയ്യുന്നത് നായനാർസ് ആണ് കേട്ടോ. നായനാർസ് ആണ് ശൈവിസം ലീഡ് ചെയ്യുന്നത്. അതേസമയം വൈഷ്ണവിസം ലീഡ് ചെയ്യുന്നത് ആൾവാർമാരുമാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ശൈവിസം എന്ന് പറയുന്നത് നായനാർമാരാണ് ലീഡ് ചെയ്യുന്നത് കേട്ടോ. അതായത് 63 തമിഴ് സെയിന്റുകൾ, 63 തമിഴ് സന്യാസിമാരുടെ ഒരു ഗ്രൂപ്പാണ് ഈ നായനാർസ് എന്ന് അറിയപ്പെടുന്നത്. ഈ നായനാർസ് ആണ് ഇവിടെ ശൈവിസത്തെ ലീഡ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ നായനാർസികൾ എന്താ ചെയ്യുന്നത്? ലോർഡ് ശിവയെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള, പ്രശംസിച്ചുകൊണ്ടുള്ള ഓരോ ഹിംസുകളും മറ്റും രചിക്കുന്നു. ഇതിവരെങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നു. അതിലൂടെ ശിവനോടുള്ള തങ്ങളുടെ ഭക്തിയെ ഇവരെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ തേവരം, അതുപോലെ തന്നെ തിരുവസകം പോലെയുള്ള പല ശൈവിസ്റ്റ് ബേസിലുള്ള പല റിലീജിയസ് ടെക്സ്റ്റുകളും ഈ നായനാർസുകൾ രചിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയപ്പെടുന്ന തേവരമായിക്കോട്ടെ, തിരുവസകമായിക്കോട്ടെ, ഇതൊക്കെ തന്നെ തിരുമുറൈ എന്ന് പറയുന്ന ശൈവിസ്റ്റ് കളക്ഷന്റെ ഒരു ഭാഗമായിട്ടാണ് നിലവിൽ ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയുന്നത് ഈ ശൈവിസം ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന, ഊന്നൽ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അനുഭവ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്, അനുഭവങ്ങൾ, അല്ലെ? പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു അനുഭവ കോൺസെപ്റ്റിനെയാണ് ഈ ശൈവിസ്റ്റുകൾ അല്ലെങ്കിൽ നായനാർസുകൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പം ഇതിൽ എന്ത് ചെയ്യുന്നു? വേദിക് റിച്വൽസുകളെ ഇവിടെ ഈ നായനാർസുകൾ അല്ലെങ്കിൽ ശൈവിസ്റ്റ് സെയിന്റുകൾ അല്ലെങ്കിൽ ശൈവിസ്റ്റ് ഫോളോവേഴ്സുകൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ ശൈവിസം പറയുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി ഏതാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് വൈഷ്ണവ എന്ന് പറയുന്നത്, അല്ലെ? വൈഷ്ണവിസം, അതായത് ഡിവോഷൻ ടു വിഷ്ണു ആണ് വൈഷ്ണവിസം എന്ന് പറയുന്നത്. ഇവിടെ ഈ വൈഷ്ണവിസത്തിൽ ലീഡ് ചെയ്തിരുന്നവരാണ് ആൾവാർമാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളുടെ കുലശേഖര ആൾവാറൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവിസ്റ്റ് കൂടിയായിരുന്നു. അപ്പോൾ ഇവിടെ
12 തമിഴ് സന്യാസിമാരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഇവിടെ ആൾവാർമാർ എന്ന് വിളിക്കുന്നത്. ഈ ആൾവാർമാരാണ് ആരെ നയിച്ചിട്ടുണ്ടായിരുന്നത്? വൈഷ്ണവിസത്തെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവരിൽ ലോർഡ് വിഷ്ണു, ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ള പല അദ്ദേഹത്തിനോടുള്ള തങ്ങളുടെ ആരാധനയെ കാണിക്കുന്ന രീതിയിലുള്ള പല ഹിംസകളും മറ്റുമൊക്കെ ഇവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ വർക്കുകൾ ദിവ്യപ്രബന്ധം എന്ന പേരുള്ള ഒരു 4000 വേഴ്സസുകളുള്ള ദിവ്യപ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ വൈഷ്ണവിസം ഫോക്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സറണ്ടർ ടു വിഷ്ണു ആൻഡ് ഹിസ് ഇൻകാർണേഷൻ അല്ലെങ്കിൽ ആൻഡ് ഹിസ് അവതാർസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം മഹാവിഷ്ണുവിന് ഇൻകാർണേഷൻ അതല്ലെങ്കിൽ എന്തുണ്ട്, അവതാരങ്ങളുണ്ട് അല്ലെ. അതായത് കൃഷ്ണൻ അതുപോലെ തന്നെ രാമൻ പോലെയുള്ള അവതാരങ്ങളൊക്കെ ഉണ്ട്. ഈ അവതാരങ്ങളിലേക്കുള്ള ഒരു സറണ്ടർ അഥവാ പ്രപത്തിയായിട്ടാണ് ഇവിടെ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയെയാണ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ വൈഷ്ണവിസം ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ഈ ശൈവ ആൻഡ് വൈഷ്ണവിസത്തിന്റെ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഫിലോസഫേഴ്സുകളാണ് ആദി ശങ്കരാചാര്യ, അതുപോലെ തന്നെ രാമാനുജ, മാധവാചാര്യ പോലെയുള്ളവര്. ഇവിടെ ആദി ശങ്കരാചാര്യൻ അദ്ദേഹത്തിന്റെ അദ്വൈത വേദാന്തത്തിലൂടെ വേദിക് ഫിലോസഫിയെയും ഭക്തി ഐഡിയാസിനെയും പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഐഡിയോളജി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാമാനുജൻ, അതായത് വിശിഷ്ടാദ്വൈതയുടെ സ്ഥാപകനായിട്ടുള്ള രാമാനുജനും അതുപോലെ തന്നെ ദ്വൈതയുടെ സ്ഥാപകനായിട്ടുള്ള മാധവാചാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ വൈഷ്ണവിസത്തിന് വേണ്ടിയിട്ടുള്ള തിയോളജിക്കൽ ഫ്രെയിം വർക്ക് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പുതിയൊരു ഫിലോസഫിക്കൽ മെത്തഡോളജി എവിടെ വരുന്നുണ്ട്? ഈ ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് CE 6ാം നൂറ്റാണ്ടിൻ മുതലുള്ള കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിലവിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ഭക്തി മൂവ്മെന്റ് കാലഘട്ടത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ ടെമ്പിൾസിന് വലിയ രീതിയിലുള്ള ഒരു അധികാരം തന്നെ ഉണ്ടായിരുന്നു അല്ലെ. അത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്താണ് എന്നുണ്ടെങ്കിലും റിലീജിയസ് രംഗത്താണ് എന്നുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് ടെമ്പിൾസിന് വലിയ രീതിയിലുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ റോൾ ഓഫ് ടെമ്പിൾസ് പറയുന്ന സമയത്ത് ഈ ടെമ്പിൾസ് ഈ ഒരു കാലഘട്ടങ്ങളിൽ റിലീജിയന്റെയും സോഷ്യലിന്റെയും എക്കണോമിക്കിന്റെയും കൾച്ചറൽ ലൈഫിന്റെയും ഒക്കെ ഏറ്റവും സെന്റർ പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഗണ്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്ന ഒരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരുന്നു? ടെമ്പിൾ തന്നെയായിരുന്നു. ഓക്കെ. കൂടാതെ ഈ ടെമ്പിൾ എന്തൊക്കെയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പ്ലേസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പ്ലേസ് ഓഫ് ആർട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പ്ലേസ് ഓഫ് ആർക്കിടെക്ചർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്ലേസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടും ഒരേ സമയം ഈ ടെമ്പിൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ടെമ്പിളിന് നൽകുന്ന ലാൻഡ് ഗ്രാൻറ്റുകളെയാണ് നമ്മൾ ദേവദാന എന്ന പേര് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ആയിരുന്നു. ഒന്ന് ദേവദാനവും മറ്റൊന്ന് ബ്രഹ്മദേയ ലാൻഡുകളും. ഓക്കെ. ബ്രഹ്മദേയ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ബ്രാഹ്മണന്മാർക്ക് നൽകുന്ന ലാൻഡുകളെയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് നൽകുന്ന ലാൻഡുകളെയാണ് നമ്മൾ ബ്രഹ്മദാന ലാൻഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ടെമ്പിൾസുകൾക്ക് നൽകുന്ന ലാൻഡ് ഗ്രാൻറ്റുകളെയാണ് നമ്മൾ ഇവിടെ ദേവദാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ദേവദാന ലാൻഡുകളുടെ ഒരു ആവിർഭാവവും അതിന്റെ ഡെവലപ്മെന്റും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഭക്തി മൂവ്മെന്റോട് കൂടിയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ രാജാക്കന്മാരും സമ്പന്നരായിട്ടുള്ള ജനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പിൾ ആക്ടിവിറ്റീസുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ദേവദാന ലാൻഡുകൾ ടെമ്പിൾസുകൾക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ടെമ്പിളുകളെ മാനേജ് ചെയ്യാനായിട്ട് പ്രീസ്റ്റുകളും അതുപോലെ തന്നെ സ്കോളേഴ്സുകളും അഡ്മിനിസ്ട്രേറ്റേഴ്സുകളും ഉണ്ടായിരുന്നു. അതായത് റോയൽ സൂപ്പർവിഷന്റെ കീഴിലുള്ള പ്രീസ്റ്റുകളും സ്കോളേഴ്സുകളും അഡ്മിനിസ്ട്രേറ്റേഴ്സുകളുമാണ് ഇവിടെ ടെമ്പിൾസുകളിലെ ദൈനംദിന കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്.
കൂടാതെ ഈ ടെമ്പിൾസുകളെ ബാങ്കുകളായിട്ടും ഒരു സ്റ്റോറിംഗ് വെൽത്ത് ഏരിയ ആയിട്ട് കൂടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വലിയ രീതിയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് സ്വർണമായിക്കോട്ടെ, ജ്വല്ലറീസുകളായിക്കോട്ടെ, അതല്ല ലാൻഡ് ആയിക്കോട്ടെ, വലിയ രീതിയിലുള്ള ഒരു വെൽത്തിന്റെ സ്റ്റോറിംഗ് ഏരിയ ആയിട്ടും കൂടാതെ ബാങ്കുകളായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു? ഈ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് ടെമ്പിൾസുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾസ് ആണ് നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ അല്ലേ. അതായത് ട്രിവാൻഡ്രം മാത്രമല്ല കേട്ടോ, നമ്മളുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ മറ്റ് പല ക്ഷേത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് വലിയ രീതിയിലുള്ള സമ്പത്തുകളുള്ള ക്ഷേത്രങ്ങളാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, സമ്പന്നരായ ആളുകളായിക്കോട്ടെ, രാജാക്കന്മാരായിക്കോട്ടെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ മറ്റ് പ്രീതിക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ടെമ്പിൾസുകൾക്ക് ദേവദാനവും അതുപോലെ തന്നെ മറ്റ് സമ്പത്തുകളും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ടെമ്പിൾസുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള സമ്പത്ത് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. കൂടാതെ ഫെസ്റ്റിവൽസുകളായിട്ടുള്ള ബ്രഹ്മോത്സവം, തിരുവിഴ പോലെയുള്ള ഫെസ്റ്റിവൽസുകളും ഒക്കെ പിൽഗ്രിംസുകളെ അതല്ലെങ്കിൽ തീർത്ഥാടകരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ലോക്കൽ എക്കോണമിയുടെ ഫോസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെ ഇവിടെ ടെമ്പിൾസുകൾ നിർവഹിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 2 ടെമ്പിൾ ഫെസ്റ്റിവലുകളാണ് ഏത്? ഒന്ന് ബ്രഹ്മോത്സവം, മറ്റൊന്ന് തിരുവിഴ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഈ ടെമ്പിൾസിന്റെ സോഷ്യൽ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനങ്ങൾ നടക്കാറുണ്ട് അല്ലേ. അപ്പം ഈ അന്നദാന അതായത് ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ടെമ്പിൾസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി ആയിരുന്നു. ഇപ്പൊ നമ്മൾ കേട്ടൊരു പഴമൊഴിയാണ് അന്നദാനം മഹാദാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതൊക്കെ വലിയ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പം ഈ ടെമ്പിൾസുകൾ ട്രാവലേഴ്സിനായിക്കോട്ടെ, പിൽഗ്രിംസിനായിക്കോട്ടെ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരായിക്കോട്ടെ, ഇവർക്കൊക്കെയുള്ള ഒരു ഫുഡ് ആൻഡ് ഷെൽട്ടർ സെന്റർ ആയിട്ടും ഈ ടെമ്പിൾസുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ മ്യൂസിക് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഡ്രാമ പെർഫോമൻസുകളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഹബ്ബുകളായിട്ടും ഈ ടെമ്പിൾസുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ് കേട്ടോ. ഇവിടെ ഈ ഭക്തി മൂവ്മെന്റോട് കൂടിയിട്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന എമർജ് ചെയ്ത് വരുന്ന ഒരു പുതിയ ഒരു ആർക്കിടെക്ചറൽ ഫോം ആണ് ദ്രവീഡിയൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് ഈ ഒരു ഭക്തി മൂവ്മെന്റോട് കൂടിയിട്ട് സൗത്ത് ഇന്ത്യയിൽ എമർജ് ചെയ്ത് വരുന്ന ഒരു പുതിയ ഒരു ഫോം ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചോളന്മാരായിക്കോട്ടെ, പാണ്ഡ്യന്മാരായിക്കോട്ടെ, വിജയനഗര റൂളേഴ്സുകളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഈ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഈ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളാണ്. ഒന്നാമത്തേത് ഗോപുരം എന്ന് പറയുന്നത്. അതായത് ഗേറ്റ് വേ ടവേഴ്സുകളാണ് ഗോപുരം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ കേരളത്തിൽ കാണാൻ കുറവാണ്. കൂടുതലായിട്ടും നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ക്ഷേത്രങ്ങളുടെ മുന്നിലൊക്കെ ഓരോരോ ഗേറ്റ് വേ അഥവാ കമാനങ്ങൾ ഉണ്ടാകും. ഈ ഗേറ്റ് വേ വളരെ മനോഹരമായ രീതിയിൽ ചിത്രപ്പണികളുള്ള ശില്പങ്ങളുള്ള ഗേറ്റ് വേകളാണ് ഇവിടെ ഉണ്ടാവുക അല്ലെ. അപ്പം ഇതിന്റെ ഒന്നാമത്തെ ഫീച്ചറാണ് ഗോപുരംസ് അഥവാ ഗേറ്റ് വേ ടവേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പില്ലേർഡ് ഹാളുകൾ, അതായത് മണ്ഡപങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൂന്നാമത്തേതാണ് ഇൻട്രിഗേറ്റ് കാർവിങ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഗേറ്റ് വേയിൽ ഗോപുരങ്ങളിലായിക്കോട്ടെ, മണ്ഡപങ്ങളിലായിക്കോട്ടെ, ക്ഷേത്രങ്ങളുടെ അകത്തൊക്കെ തന്നെ നമുക്ക് ഈ മഹാഭാരതം, രാമായണ പോലെയുള്ള എപ്പിക്സുകളിലെ പല സീനുകളും, ഡെയിലി ലൈഫുകളിലെ സീനുകളിലും, അതുപോലെ തന്നെ മറ്റ് വേദങ്ങളിലെ സീനുകളും ഒക്കെ നമുക്ക് ഈ പറയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ വളരെ ഭംഗിയോട് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഭംഗിയാണത് കാണുവാനായിട്ട് അല്ലെ. അതായത് നമ്മൾ പോലും ചിന്തിച്ചു പോകും എത്ര മനോഹരമായിട്ടാണ് അവരിത് കൊത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അത്തരത്തിൽ ഒരു ഇൻട്രിഗേറ്റ് കാർവിങ്സിന്റെയും ഗോപുരം അതുപോലെ തന്നെ പില്ലേഡ് ഹാൾ അഥവാ മണ്ഡപാസം ഒക്കെയാണ് ഈ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത്.
അപ്പം അതിന് എക്സാമ്പിൾസുകളാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിൾ, അതുപോലെ തന്നെ മധുരയിലെ മീനാക്ഷി ടെമ്പിൾ, കൂടാതെ മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ ഒക്കെ ഈ പറയപ്പെടുന്ന ദ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നവ ആണ്. ഏതൊക്കെയാണ്? തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിൾ, മധുരയിലെ മീനാക്ഷി ടെമ്പിൾ, മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ തുടങ്ങിയിട്ടുള്ളവ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പറഞ്ഞ സമയത്ത് പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ് സ്കൾപ്ചർ ആൻഡ് ഐക്കണോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പല ദൈവങ്ങളുടെയും ദേവതകളുടെയും മിത്തോളജിക്കൽ സീനുകളുടെയും ഒക്കെ സ്കൾപ്ചേഴ്സുകൾ നമുക്ക് വലിയ രീതിയിൽ ഈ ക്ഷേത്രങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ ബ്രോൺ കാസ്റ്റിംഗ് സ്കൾപ്ചേഴ്സുകളും ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നടരാജ സ്റ്റാച്യു അഥവാ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചോള പീരീഡിലാണ് ഈ നടരാജ വിഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രോൺസ് മെറ്റീരിയലിലാണ് അല്ലെങ്കിൽ ബ്രോൺസ് മെറ്റലിലാണ് ഇവിടെ നടരാജ വിഗ്രഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. ഇതും തന്നെ ഒരു വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഐക്കണോഗ്രഫി ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി മറ്റൊരു കാറ്റഗറിയാണ് മ്യൂറൽസ് ആൻഡ് പെയിന്റിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ വാൾ പെയിന്റിങ്സുകളാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പുരാണങ്ങളിലെയും എപ്പിക്സുകളിലെയും ഒക്കെ തന്നെ സ്റ്റോറീസുകൾ നമുക്ക് ഈ പറയപ്പെടുന്ന വാൾ പെയിന്റിങ്സുകളിലാക്കിയിട്ട് നമുക്ക് ടെമ്പിൾ വാൾസുകളിൽ, ക്ഷേത്ര ചുമരുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസുകളാണ് അജന്ത ഗുഹകളും അതുപോലെ തന്നെ ലബാക്ഷി ടെമ്പിൾസുകളും ഒക്കെ. ഇപ്പം ഈ അജന്ത ഗുഹകളിലായിക്കോട്ടെ, ലബാക്ഷി ടെമ്പിൾസുകളിലായിക്കോട്ടെ, ഇവിടെയൊക്കെ നമുക്ക് ഈ പറയപ്പെടുന്ന വാൾ പെയിന്റിങ്സിന്റെ വലിയ ശേഖരങ്ങൾ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. അപ്പം ഈ ടെമ്പിൾ ബേസ്ഡ് അല്ലെങ്കിൽ ഈ ഭക്തി മൂവ്മെന്റ് കാലഘട്ടങ്ങളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ ഖാദിഗാസ് എന്നാണ് വിളിക്കുന്നത്. ഖാദിഗാസ്. ഓക്കെ, അപ്പം ഈ ഖാദിഗാസുകൾ എന്താണ്? ഈ ഖാദിഗാസുകൾ സെന്റേഴ്സ് ഓഫ് ലേണിംഗ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഖാദിഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. അതായത് ടെമ്പിൾസുകളുമായിട്ടോ റോയൽ കോർട്ടുകളുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയാണ്, ഏൻഷ്യൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയാണ് നമ്മളിവിടെ ഖാദിഗാസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഈ പറയപ്പെടുന്ന ഖാദിഗാസിന്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്? വേദിക് സ്റ്റഡീസുകളുണ്ട്, ഗ്രാമർ ഉണ്ട്, ലോജിക് ഉണ്ട്, അതുപോലെ തന്നെ ഫിലോസഫി ഉണ്ട്, ആസ്ട്രോണമി ഉണ്ട്, മെഡിസിനും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രൊമിനന്റ് ഖാദിഗാസുകളാണ് കാഞ്ചീപുരത്തെയും തഞ്ചാവൂരിലെയും അതുപോലെ തന്നെ മൈസൂരിലുമൊക്കെ ഉണ്ടായിരുന്നവ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ഈ റോൾ ഇൻ സൊസൈറ്റി ആണ് കേട്ടോ. അതായത് ഖാദിഗാസിന്റെ റോൾ ഇൻ സൊസൈറ്റി ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ ഖാദിഗാസിലെ പ്രീസ്റ്റുകളും സ്കോളേഴ്സുകളും അഡ്മിനിസ്ട്രേറ്റേഴ്സുകളും ഒക്കെ ട്രെയിൻഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഈ ഓരോ ഖാദിഗാസിലും വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്മിറ്റഡ് നോളജിന്റെ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഓറൽ അതുപോലെ തന്നെ റിട്ടൺ നോളജുകളുടെ ട്രഡീഷൻസിന്റെ വലിയൊരു നോളജ് ശേഖരം തന്നെ ഈ ഓരോ ഖാദിഗാസിലും നിലവിൽ ഉണ്ടായിരുന്നു. കൂടാതെ സ്ത്രീകൾക്കും ലോവർ കാസ്റ്റിലുള്ളവർക്കും ഈ ഖാദിഗാസുകളിൽ ലിമിറ്റഡ് ആക്സസ് മാത്രമാണ് അല്ലെങ്കിൽ പരിമിതമായ പ്രവേശനം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതെപ്പോഴും എങ്ങനെയാണ്? ഒരു ടെമ്പിൾ ബേസ്ഡ് എഡ്യൂക്കേഷനെയാണ് ഇൻഡയറക്റ്റ്ലി ഇതൊക്കെ ബെനിഫിറ്റ് ആക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഖാദിഗാസിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഭക്തി മൂവ്മെന്റ് കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് തമിഴ് ഭക്തി ലിറ്ററേച്ചറുകൾ എന്ന് പറയുന്നത്. അതായത് നായനാർമാരായിക്കോട്ടെ, ആൾവാർമാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ തമിഴ് ഡിവോഷണൽ അല്ലെങ്കിൽ തമിഴ് ഡിവോഷണൽ ലിറ്ററേച്ചറുകളുടെ ഒരു കോർ പോയിന്റുകളായിട്ട് നിലനിന്നിരുന്ന ആളുകളായിരുന്നു. അതായത് ഈ പറയപ്പെടുന്ന നായനാർസുകളും ആൾവാർമാർ, ഇപ്പൊ നായനാർസുകൾ എന്നുണ്ടെങ്കിൽ ശൈവസത്തിന് വേണ്ടിയിട്ടും, ആൾവാർമാരാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവസത്തിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ഡിവോഷണൽ ഹിംസുകളും സോങ്ങുകളും ഒക്കെ തയ്യാറാക്കിയിട്ട് തമിഴ് ഭക്തി ലിറ്ററേച്ചറുകളെ സമ്പുഷ്ടമാക്കിയിട്ടുള്ളവരായിരുന്നു ഈ ഭക്തി മൂവ്മെന്റിനകത്ത് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ഫോളോവേഴ്സുകൾ എന്ന് പറയുന്നത്. കൂടാതെ ശൈവസത്തിലെ തേവര, വൈഷ്ണവസത്തിലെ ദിവ്യപ്രബന്ധം പോലെയുള്ളവയൊക്കെ ടെമ്പിൾസിലെ ഒരു തമിഴ് കൾച്ചറിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് ഇന്നും നിലനിൽക്കുന്നവ കൂടി ആണ്. മറ്റൊന്നാണ് സെക്യുലർ ആൻഡ് കോർട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ പ്രീ ഭക്തി ഇറയിലുള്ള സംഘം ലിറ്ററേച്ചറുകളെയും അതുമൂലം ആണ് എന്തുണ്ടാകുന്നത്?
തമിഴ് പോയട്രി ആൻഡ് പ്രോസിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാകുന്നത്. അപ്പം അതിലേക്ക് നയിച്ചത് ഈ പറയപ്പെടുന്ന ഭക്തി മൂവ്മെന്റ് ആണ്. രണ്ടാമത്തേത് ഇവിടുത്തെ ഈ സംഘം ലിറ്ററേച്ചറിലെ ലേറ്റർ വർക്കുകളാണ്. ലേറ്റർ 2 പ്രധാനപ്പെട്ട എപ്പിക്സുകളാണ്, സിലപ്പതികാരം അതുപോലെ തന്നെ മണിമേഖലയും. അപ്പം ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്യുന്നത് ലവ്, മൊറാലിറ്റി, സ്പിരിച്വാലിറ്റി പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ പറയപ്പെടുന്ന കാര്യങ്ങളും എവിടെ വരുന്നവയാണ്? ഈ ഭക്തി മൂവ്മെന്റ് കാലഘട്ടങ്ങളിൽ വരുന്നവ കൂടി ആയിരുന്നു. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഇൻഫ്ലുവൻസ് ഓഫ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ സാൻസ്ക്രിറ്റ് എപ്പിക്സുകളായിട്ടുള്ള രാമായണം, മഹാഭാരതവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ റീജിയണൽ ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും അത് ഈ റീജിയണൽ ലാംഗ്വേജുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ കമ്പറിന്റെ കമ്പരാമായണവും അതുപോലെ തന്നെ സെക്യുലാറിന്റെ പെരിയ പുരാണവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ സാൻസ്ക്രിറ്റ് ആൻഡ് തമിഴ് ട്രഡീഷൻസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള കൃതികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭക്തി മൂവ്മെന്റിന്റെ ലിറ്ററേച്ചർ കോൺട്രിബ്യൂഷൻസുകളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നവയാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഫിലോസഫിക്കൽ ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് വേദാന്ത, ഉപനിഷത്ത് അതുപോലെ തന്നെ ആഗമസ് പോലെയുള്ള എന്താ പറയുക കമൻട്രീസുകളും ഒക്കെ ആദി ശങ്കരാചാര്യം, രാമാനുജനും അതുപോലെ തന്നെ മാധവാചാര്യം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുവാനുള്ളത്. അപ്പം ഇവിടെ ഭക്തി മൂവ്മെന്റ് വരുന്ന കാലഘട്ടം ഏതാണ്? CE 6-ാം നൂറ്റാണ്ടിനും CE 9-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് സൗത്ത് ഇന്ത്യയിൽ ഭക്തി മൂവ്മെന്റ് എമർജ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലേ. അതായത് പേഴ്സണൽ ഡിവോഷൻ ടു എ വൺ ഗോഡ് എന്നുള്ള പേഴ്സണൽ ഗോഡ് എന്നുള്ള ആ ഒരു കോട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു അർത്ഥ തലത്തിലൂടെയാണ് ഇവിടെ ഭക്തി മൂവ്മെന്റ് മുന്നോട്ട് വരുന്നത്. ഭക്തി മൂവ്മെന്റിന്റെ ഗ്രൂപ്പുകളെ നമുക്ക് 2ആക്കി ഡിവൈഡ് ചെയ്യാം. ശൈവിസം എന്നും അതുപോലെ തന്നെ വൈഷ്ണവിസം എന്നും. ശൈവിസം ലീഡ് ചെയ്യുന്ന ആളുകളാണ് ഏത്? നായനാർസ് എന്നും. വൈഷ്ണവിസം ലീഡ് ചെയ്യുന്ന ആളുകളാണ് ആൾവാർമാർ എന്നും അറിയപ്പെടുന്നത് അല്ലേ. അപ്പം ഈ ഒരു ഭക്തി മൂവ്മെന്റ് ആ ഒരു കാലഘട്ടത്തിലെ ഒരു സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ആയിക്കൊണ്ടാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ഭക്തി മൂവ്മെന്റ് ആൻഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിട്ട് പറയുവാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.